we shall now discuss about the line spectrum of hydrogen atom. അപ്പോൾ ഹൈഡ്രജൻ ആറ്റത്തിലെ ഇലക്ട്രോണിൻ്റെ എനർജി En is equal to minus 30.6 by n square electron volt. അപ്പോൾ ഇതിൽ n equal to 1, we are considering the simplest atom which is hydrogen. We are considering the first orbit, n equal to 1 orbit ആണ് ന്യൂക്ലിയസിൻ്റെ ഏറ്റവും അടുത്തുള്ള ഓർബിറ്റ്. ദാറ്റ് ഈസ് കോൾഡ് ദ ഗ്രൗണ്ട് സ്റ്റേറ്റ്. n equal to 1 state is a ground state and in n1 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എനർജി E1 equal to minus 13.6 ഇലക്ട്രോൺ വോൾട്ട്. അപ്പോൾ ഈ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ ഇലക്ട്രോൺ ഹാസ് എ ലോവസ്റ്റ് എനർജി. ലോവസ്റ്റ് വാല്യൂ ആണ്, ഈ ലാർജസ്റ്റ് നെഗറ്റീവ് വാല്യൂ ആണ്. ഇത് നെഗറ്റീവ് നമ്പേഴ്സിൽ അതിപ്പോൾ 13.6 വലുതാകും തോറും അതിൻ്റെ ശരിക്കും വാല്യൂ കുറയാണ് ചെയ്യുന്നത്. അപ്പം ഈ മൈനസ് 13.6 ആണ് ഇതിലെ ഏറ്റവും ചെറിയ വാല്യൂ. ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ ഓർബിറ്റ് ഇൻ വിച്ച് ദ ഇലക്ട്രോൺ ഹാസ് ദ മിനിമം എനർജി. അപ്പോൾ ഈ ഇലക്ട്രോണിന് നമ്മൾ എക്സ്ട്രാ 13.6 എനർജി ഇലക്ട്രോൺ വോൾട്ട് എനർജി നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ദാറ്റ് ഇലക്ട്രോൺ വിൽ ബി ഏബിൾ ടു ഓവർകം ദ ന്യൂക്ലിയർ അട്രാക്ഷൻ ആൻഡ് എസ്കേപ്പ് ഫ്രം ദി ആറ്റം ആൻഡ് ദാറ്റ് എനർജി ഈസ് കോൾഡ് അയണൈസേഷൻ എനർജി. അയണൈസേഷൻ എനർജി എന്ന് പറഞ്ഞാൽ ദ മിനിമം എനർജി റിക്വയർഡ് ബൈ ആൻ ഇലക്ട്രോൺ ടു ഓവർകം ന്യൂക്ലിയർ അട്രാക്ഷൻ. അപ്പോൾ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ ഉള്ള ഒരു ഇലക്ട്രോണിന് നമ്മൾ പ്ലസ് 13.6 ഇലക്ട്രോൺ വോൾട്ട് എനർജി നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അത് ഈ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് ഫ്രീ ആവും, ആറ്റത്തിൽ നിന്ന് അത് ലിബറേറ്റഡ് ആവും. ഇനി n ഈക്വൽ ടു 2 എന്ന് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മൈനസ് 13.6 ബൈ 4 അല്ലെ, 2 സ്ക്വയർ 4 ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് n ഈക്വൽ ടു 2, അതായത് മൈനസ് 3.4. മൈനസ് 13.6 ബൈ 4 ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ minus 3.4 electron volt corresponds to the n equal to 2. That is the first excited state. ഇത് first excited state ആണ്. ഇനി n equal to 3 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ minus 1.5 electron volt എന്ന് കിട്ടും. This is the second excited state. പിന്നെ n equal to 4 എന്ന് കൊടുത്താൽ we will get the third excited state. അത് കഴിഞ്ഞ് പിന്നെയും there are a large number of energy levels. The last one നമുക്ക് n equal to infinity എന്ന് എടുക്കാം, ഔട്ടർ മോസ്റ്റ് ഓഫ് ഇറ്റ്. അപ്പോൾ ഇതിൽ അയണൈസേഷൻ എനർജി ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് ലിബറേറ്റഡ് ആവാൻ വേണ്ട എനർജിയാണ്. ഇനി ഒരു ഇലക്ട്രോൺ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് ഇഫ് ഇറ്റ് ഹാസ് ടു ഗോ ടു ദ ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് ഹൗ മച്ച് എനർജി ഈസ് റിക്വയർഡ്. ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് അത് n equal to 2 സ്റ്റേറ്റിലേക്ക് വരണമെങ്കിൽ അതിന് വേണ്ട എനർജി the delta E is equal to energy of the second orbit E2 minus E1 അല്ലേ. E2 എന്താണ്, മൈനസ് 3.4 മൈനസ് 13.6. അപ്പോൾ ഈ മൈനസും കൂടി ചെയ്താൽ പ്ലസ് ആവും. മൈനസ് 3.4 പ്ലസ് 13.6 ഈക്വൽ ടു 10.2 electron volt. അപ്പോൾ this is the first excitation energy of electron in a hydrogen atom. ഫസ്റ്റ് എക്സൈറ്റേഷൻ എനർജി പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോകണമെങ്കിൽ നമ്മൾ എത്ര എനർജി സപ്ലൈ ചെയ്യണം. അപ്പോൾ E2 മൈനസ് E1 ചെയ്യണം. ഈ മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആയി 10.2 ഇലക്ട്രോൺ വോൾട്ട് നമ്മൾ സപ്ലൈ ചെയ്താൽ ഇത് ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് എക്സൈറ്റഡിലേക്ക് n equal to 2 ഓർബിറ്റിലേക്ക് പോകും. ഇനി n equal to 3 ഓർബിറ്റിലേക്ക് പോകണമെങ്കിൽ, അതായത് സെക്കൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോകണമെങ്കിൽ, സെക്കൻഡ് എക്സൈറ്റഡ് പറയുമ്പോൾ അത് n equal to 3 ആണ് അല്ലേ. കാരണം ഗ്രൗണ്ട് സ്റ്റേറ്റ് n equal to 1 എന്നുള്ളത് ഗ്രൗണ്ട് സ്റ്റേറ്റ് ആയി. അപ്പോൾ ഫസ്റ്റ് എക്സൈറ്റഡ് ഈസ് n equal to 2 ആൻഡ് n equal to 3 ഈസ് എ സെക്കൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റ്. അപ്പോൾ വാട്ട് ഈസ് ദ സെക്കൻഡ് എക്സൈറ്റേഷൻ എനർജി എന്ന് ചോദിച്ചാൽ E3 മൈനസ് E1. അപ്പോൾ മൈനസ് 1.5 മൈനസ് 13.6 minus 1.5 plus 13.6 ചെയ്യണം. ആൻഡ് ദി ആൻസർ ഇസ് 12.09 ഇലക്ട്രോൺ വോൾട്ട്. അത്രയും സപ്ലൈ ചെയ്താലാണ് അത് ഈ എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോകുന്നുള്ളൂ. ഇനി വി ക്യാൻ ഫൈൻഡ് ഹൗ ദ റെഡ്ബർഗ് ഫോർമുല ഓർ ദി ബാമർ ഫോർമുല വാസ് ഡിറൈവ്ഡ്. അപ്പോൾ ഇതിൽ the energy of the emitted photon according to Bohr's postulate
എനർജി ഓഫ് ദി എമിറ്റഡ് ഫോട്ടോൺ ഈസ് ഈക്വൽ ടു EI മൈനസ് EF അല്ലെ, ഇനീഷ്യൽ എനർജി സ്റ്റേറ്റ്. അപ്പോൾ EI എന്ന് പറയുന്നത് മൈനസ് me⁻⁴/n²h²ε0² ni² ആണ് അല്ലെ ഇനീഷ്യൽ എനർജി, മൈനസ് ഉണ്ട് മൈനസ് me⁻⁴/8n²h²ε0² മൈനസ് പിന്നെ വീണ്ടും ഫൈനൽ ഓർബിറ്റിൻ്റെ എനർജി പറയുന്നത് മൈനസ് me⁻⁴/8n²nf എന്ന് എഴുതണം, ഫൈനൽ ആയതുകൊണ്ട് n²ε0²h². അപ്പോൾ ഇതാണ് ഫോർമുല. ഈ മൈനസ് ഓഫ് മൈനസ് എന്തായി, മൈനസ് മൈനസ് പറഞ്ഞാൽ ദാറ്റ് ബിക്കംസ് ഈക്വൽ ടു പ്ലസ്. സോ ഇതിൽ കോമൺ ആയിട്ടുള്ളത് പുറത്തേക്ക് എടുക്കാം. me⁻⁴/8ε0²h² കോമൺ ആണ്. ആദ്യം പോസിറ്റീവ് ആയിട്ടുള്ള ടേം എഴുതാം, ദാറ്റ് ഈസ് 1/nf² മൈനസ് 1/ni². ഇതാണ് h ന്യൂ. ദിസ് ഇസ് h ന്യൂ. സോ ന്യൂ എന്ന് പറയുന്നത് ഈ h ഇവിടേക്ക് വരും. സോ ദിസ് ബിക്കംസ് h ക്യൂബ്. നൗ നമുക്ക് 1/λ ടേംസിലാണ് ആൻസർ വേണ്ടത് എങ്കിൽ ഇതിൽ എന്തുകൂടെ മോഡിഫിക്കേഷൻ വരുത്തണം. വി നോ ദാറ്റ് c ഈസ് ഈക്വൽ ടു ന്യൂ ലാംഡ. സോ ന്യൂ എന്ന് പറഞ്ഞാൽ ന്യൂ ഈസ് ഈക്വൽ ടു ന്യൂ എന്ന് പറയുന്നത് c/λ ആണ് അല്ലെ. ന്യൂ ഈസ് ഈക്വൽ ടു c/λ. സോ വി ക്യാൻ റൈറ്റ് c/λ ഈസ് ദിസ് മച്ച്. c/λ ഈസ് me⁻⁴/8ε0²h² ഇൻറ്റു 1/nf² മൈനസ് 1/ni². ഇനി 1/λ ടേംസിലാണ് നമുക്ക് എഴുതേണ്ടതെങ്കിൽ ഈ സീനെ താഴത്തേക്ക് കൊണ്ടുവരണം അല്ലേ. 1/λ ഇൻ ടേംസ് ഓഫ് 1/λ എഴുതണമെങ്കിൽ ഇവിടെ സി വരും. c ഇൻറ്റു 1/λ എന്ന് എഴുതുകയാണെങ്കിൽ ദി ഇക്വേഷൻ ബിക്കംസ് me⁻⁴/8ε0²h³ ഇനി ഇതിൻ്റെ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. m മാസ് ഓഫ് ഇലക്ട്രോൺ, ഈ ചാർജ്, c ദ വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ വാക്വം, ε0 അറിയാം 8.85 × 10⁻⁻12, h ഈസ് ദ പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ്. ഈ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ കിട്ടിയ ആൻസർ ഇറ്റ് ഈസ് 1.03 × 10⁻⁷ m⁻⁻⁻1. അപ്പോൾ ബാമർ കണ്ടുപിടിച്ച എംപിരിക്കൽ ഫോർമുലയിൽ ഇപ്പോൾ നമുക്ക് കിട്ടുന്നത് 1.03 × 10⁻⁷ ആണ്. നേരത്തെ കിട്ടിയത് ബാമർ ഫോർമുലയിൽ ബാമർ കണ്ടുപിടിച്ച ഫോർമുല 1.097 × ബാമർ എക്സ്പെരിമെൻ്റലി കണ്ടുപിടിച്ചത് 1.097 × 10⁻⁷ എന്നായിരുന്നു, m⁻⁻1. അപ്പോൾ ദീസ് വാല്യൂസ് ആർ വെരി ക്ലോസ്. ബാമർ എക്സ്പെരിമെൻ്റലി കണ്ടുപിടിച്ച ഫോർമുലയിലുള്ള വാല്യൂവും ബോർസ് പോസ്റ്റുലേറ്റ് ഉപയോഗിച്ച് നമ്മൾ തിയററ്റിക്കലി കണ്ടുപിടിച്ച വാല്യൂസും വെരി ക്ലോസ് ടു വൺ അനദർ. സോ വി ക്യാൻ അപ്രൂവ് ദിസ് ഫോർമുല. ഈ കോൺസ്റ്റൻ്റ് എല്ലാം കൂടി ചേർന്നിട്ടാണ് നമ്മൾ റിഡ്ബർഗ് കോൺസ്റ്റൻറ്റ് me⁻⁴/8c⁻⁻²h³ ഇതിനെയാണ് റിഡ്ബർഗ് കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ ഫോർമുല എങ്ങനെ എഴുതാം? 1/λ is equal to r into 1/nf² minus 1/ni². ഇതാണ് ഫോർമുല. അപ്പോൾ ഈ ഫോർമുലയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടാണ് നമുക്ക് ഓരോ സ്പെക്ട്രൽ സീരീസും കിട്ടുന്നത്. ഇപ്പോൾ ഇതിൽ ഫസ്റ്റ് ഓർബിറ്റിലേക്കുള്ള ട്രാൻസിഷൻ ആണെങ്കിൽ, അതായത് ഫൈനൽ എനർജി NF എന്നുള്ളത് 1 ആണ്, NI ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്കാണ് ട്രാൻസിഷൻ എന്ന് വിചാരിക്കുക. n=1 സ്റ്റേറ്റിലേക്ക് ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ അത് എവിടെ നിന്നൊക്കെ ആവാം? n=2 നിന്ന് വരാം, n=3 നിന്ന് വരാം. ഹയർ എനർജി ലെവൽസിൽ നിന്ന് ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്കുള്ള ട്രാൻസിഷൻ അല്ലേ. അപ്പോൾ ഇത്രയും എനർജി ഡിഫറൻസ് വരുന്നുണ്ട്. വെരി ഹൈ എനർജീസ് ആണ് n=1ലേക്കുള്ള ട്രാൻസിഷൻസ്. സോ ഇനീഷ്യൽ എനർജി പറയുന്നത് ഇറ്റ് ക്യാൻ ബി 2, 3, 4 എക്സെട്ര.
and this corresponds to Lyman series. അപ്പോൾ ലൈമാൻ സീരീസിൻ്റെ ഇക്വേഷൻ നമ്മൾ എഴുതുമ്പോൾ 1/λ is equal to r into 1/nf എന്നുള്ളതിന് പകരം നമ്മളിവിടെ 1/1 തന്നെയാണ്, മൈനസ് 1/ni², ni is equal to 2, 3, 4 etc. അപ്പോൾ ഇവിടെ ഇത്രയും എനർജി ഡിഫറൻസ് ഉള്ളതുകൊണ്ട് ഹൈ ഫ്രീക്വൻസി ഉള്ള ഹൈ എനർജി ഉള്ള റേഡിയേഷൻസ് ആണ്. ആൻഡ് സോ ലൈമാൻ സീരീസ് ലൈ ഇൻ ദ അൾട്രാ വയലറ്റ് റീജിയൻ. ഇനി അടുത്തത് NF ഈക്വൽ ടു 2 ആണ് അല്ലേ, സെക്കൻഡ് സ്റ്റേജിലേക്കാണ് വരുന്നത്. ഇങ്ങനെയാണ് ട്രാൻസിഷൻ, സെക്കൻഡ് എനർജി ലെവലിലേക്കാണ് വരുന്നത്. അപ്പോൾ 3യിൽ നിന്ന് വരാം NI എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി 3, 4, 5 എക്സെട്ര. NF ഈക്വൽ ടു 2. രണ്ടാമത്തെ ലെവലിലേക്കാണ് ട്രാൻസിഷൻ. 3യിൽ നിന്ന് വരാം, 4ൽ നിന്ന് വരാം, 5ൽ നിന്ന് വരാം, ഓൾ ദി ഹയർ എനർജി ലെവൽസിൽ നിന്ന് ഇതിലേക്ക് വരാം. ആൻഡ് ദാറ്റ് കറസ്പോണ്ട്സ് ടു ബാമർ സീരീസ്. സോ ബാമർ സീരീസിൻ്റെ ഫോർമുല 1/λ is equal to r into 1/2² minus 1/ni², where ni equal to 3, 4, 5 etc. And Balmer series lie in the visible region. Then the next one is n equal to 3 level transition, and that is called Paschen series. അപ്പോൾ n equal to 3ലേക്കാണ് അത് വരുന്നത്. From all the higher energy levels to the third level. Paschen series the final level is 3, n equal to 3. Initial levels എന്ന് പറയുന്നത് 4, 5, 6 etc. And Paschen series lie in the infrared region. ഇനി അടുത്തത് ലൈമാൻ, ബാമർ, പാഷൻ, ബ്രാക്കറ്റ് അല്ലേ. അപ്പോൾ ബ്രാക്കറ്റ് സീരീസ് പറയുമ്പോൾ ഫൈനൽ ലെവല് 4 ആണ്. 4ലേക്കാണ് വരുന്നത്. 5 എന്ന് വരാം, 6 എന്ന് വരാം, 7 എന്ന് വരാം, ആൻഡ് ഓൾ അതർ ഹയർ ലെവൽസ്. Final level is 4 square minus ni². So ni is equal to 5, 6, 7, 8 etc. Bracket series also lies in the infrared region. And the last one is the fund series. Fund series എന്ന് പറയുന്നത് final level NF is equal to 5 ആണ്. ni എന്ന് പറയുന്നത് 6, 7, 8 etc. അപ്പോൾ ഇതും നമുക്ക് ഇതുപോലെ r into 1/5² minus 1/ni² എന്നുള്ളത് വെച്ചിട്ട് എഴുതാം. So this diagram is very important and it represents the different spectral series in hydrogen atom.